ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ, എന്താണ് നൊയമ്പ് എന്ന് വെച്ചാൽ നമ്മളൊരു 8 ദിവസത്തെ നൊയമ്പൊക്കെ ആചരിക്കാൻ പോവാണല്ലേ. എങ്ങനെയാണത് മനോഹരമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുക എന്നതാണ് ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ നൊയമ്പെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ഇറച്ചിയും മീനും മുട്ടയൊക്കെ അങ്ങ് ഉപേക്ഷിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ടൊക്കെ അങ്ങ് ഉപേക്ഷിക്കുക. ഇതാണോ നൊയമ്പ് എന്ന് പറയുന്നത്? ഇതല്ല യഥാർത്ഥത്തിൽ നൊയമ്പെന്ന് ദൈവം ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണേ. ഒരു 8 ദിവസത്തെ നൊയമ്പാണെങ്കിൽ പോലും അത് അത്രമാത്രം വളരെ വലിപ്പമേറിയിട്ടുള്ള ദൈവത്തിൻ്റെ വലിയ കരുതലും സ്നേഹവും നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ് നമുക്കതിന് സാധിക്കുന്നത്? ഇതുവരെ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നാളെ ഒരു ദിവസം തുടങ്ങുമ്പോൾ ഈശോയോട് പറയണം, ഞാൻ എന്താണ് എന്നുള്ളത് കർത്താവിന് എനിക്ക് മാത്രം അറിയത്തുള്ളൂ. നിങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ദൈവത്തിൽ നിന്നും നിങ്ങളെ അകറ്റിക്കൊണ്ടിരിക്കുന്ന ദേഷ്യത്തിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ ഒക്കെ പരദൂഷണത്തിൻ്റെയോ മദ്യപാനത്തിൻ്റെയോ ദുരാസക്തികളുടെയോ ദൈവത്തിൻ്റെ നിയമലംഘനത്തിലൂടെ നിങ്ങളിലേക്ക് വന്നു വെട്ടിരിക്കുന്ന അനേകം ദുഷ്ടാരൂപികളുടെ തിന്മയുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ അശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെ 8 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ദുഷ്ടാരൂപിയെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടും അങ്ങനെ നിങ്ങളുടെ ശരീരം വിശുദ്ധീകരിക്കാനുമായിട്ട് തിന്മയെ പൂർണ്ണമായിട്ട് ഞാൻ ഉപേക്ഷിക്കാം എന്നുള്ളൊരു ദൃഢമായിട്ടുള്ള പ്രതിജ്ഞ നിങ്ങൾ ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ 8 ദിവസവും നിങ്ങളൊരു ദേഷ്യപ്പെടുന്ന വ്യക്തിയാണോ, നിങ്ങൾ ദേഷ്യപ്പെടാതെ ഇരിക്കുക. 8 ദിവസത്തേക്ക് മാത്രം ആവരുത്. 8 ദിവസം കഴിഞ്ഞാലും നമ്മൾ എന്ത് വേണം? ആ ദേഷ്യത്തെ നമ്മൾ എങ്ങനെയാക്കി മാറ്റണം? വളരെ എളിമയുള്ളതാക്കി മാറ്റണം. ഇനി നമ്മൾ മറ്റുള്ളവരുടെ വെറുപ്പാണോ, ആ വെറുപ്പിനെ നമ്മൾ എങ്ങനെയാക്കി മാറ്റണം? സ്നേഹമാക്കി മാറ്റണം, അല്ലേ? മദ്യപിക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യണം? മദ്യപാനം നിർത്തണം. അപ്പം ഇതാണ് യഥാർത്ഥത്തിലുള്ള നൊയമ്പ്. സാധാരണ നമ്മൾ ഒരിറച്ചി മീനും മാറ്റി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നൊയമ്പാവില്ല കേട്ടോ. ഏത് ഭക്ഷണം വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇനി ഇതോടൊപ്പം തന്നെ ഈശോയോട് പറയും, ഈശോയെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, ഞാൻ ഈ ദേഷ്യത്തോടൊപ്പം തന്നെ നിനക്ക് വേണ്ടിയതായി ഈ ഒരു ഫുഡ്, ഈ ഇറച്ചി ഞാൻ മാറ്റി വെച്ചേക്കോട്ടെ 8 ദിവസം. 8 ദിവസം കഴിഞ്ഞാൽ എൻ്റെ കർത്താവെ, ഈ ദേഷ്യപ്പെടാതെ എനിക്ക് ഈ ദേഷ്യത്തെ എളിമയോടും സ്നേഹത്തോടെ എല്ലാവരുടെ മുന്നിൽ എനിക്ക് നല്ല വർത്തമാനം സംസാരിക്കാനായിട്ടുള്ള കൃപ തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവർ യഥാർത്ഥത്തിൽ അത് നൊയമ്പായിട്ട് ഒരു ഉപവാസമായിട്ട് മാറുന്നത്. ഇന്ന് മുതൽ നമ്മൾ ഇങ്ങനെ ചെയ്തു പോകണം. ചെയ്തു പോവാത്ത പക്ഷം നമ്മൾ യഥാർത്ഥത്തിൽ നൊയമ്പ് ആചരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കി, ഇത്രയും കാലം നമ്മളെടുത്ത നൊയമ്പിലൂടെയോ ഉപവാസത്തിലൂടെയൊക്കെ നമുക്ക് എന്തൊരു അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? അതിന് കാരണം എന്താ? നമ്മൾ തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധി നിലനിർത്തുക എന്നുള്ളതാണ് ഉപവാസത്തിൻ്റെയൊക്കെ ഒരു വലിയൊരു അടിസ്ഥാന ഘടകം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മിലുള്ള തിന്മയുടെ അരൂപികളെ പരമാവധി ദൈവത്തിന് കൊടുത്തിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങൾ ചൂടാനായിട്ട് നിങ്ങൾ വിട്ടുകൊടുക്കുക. നമ്മുടെ ആത്മാവിനെ വിട്ടുകൊടുക്കുക.